എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ 284 എപ്പിസോഡാണിത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നായശല്യമുള്ള വീടുകളിൽ നീല നിറത്തിലുള്ള വെള്ളം ഇതേ രീതിയിൽ ഒരു കുപ്പിയിലാക്കി വീടിന് മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിന് മുൻപിൽ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ നായ ഇത് കണ്ട് ഭയന്ന് ഓടുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്രീയത എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുകയാണ്. എവർക്കും ഒരിക്കൽ കൂടെ ട്രിക്സിൻ്റെ 284 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തരത്തിലുള്ള കുപ്പികൾ വീടിന് മുൻപിൽ ധാരാളമായി കാണുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോകുമ്പോഴാണ്. എന്നാൽ നമ്മുടെ നാട്ടിലും അതിന് കുറവൊന്നുമില്ല, എപ്പോഴും പല വീടുകളിലും ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് കണ്ടാൽ എന്തുകൊണ്ടാണ് നായ ഭയന്നോടുന്നത് എന്ന് ചോദിച്ചാൽ അവർ നൽകുന്ന മറുപടി, സൂര്യപ്രകാശം ഈ കുപ്പിയിൽ ഏൽക്കുന്ന സമയത്ത് ഇതിലൊരു അൾട്രാ വയലറ്റ് നിറമായിട്ട് നായ കാണുകയും നായ ഭയന്നോടുകയും ചെയ്യുന്നു. ഒരു ഇടിമിന്നൽ പോലെ ഇതിൽ നിന്ന് വരുന്നതായിട്ടൊക്കെ നായയ്ക്ക് തോന്നും, അങ്ങനെ നായ ഓടിപ്പോകുന്നു എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളും പറഞ്ഞ മറുപടി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം, നായകൾക്ക് നിറം കാണാൻ സാധിക്കുമോ? മനുഷ്യൻ കാണുന്ന നിറങ്ങൾ നായ ഏത് രീതിയിലാണ് കാണുന്നത്? അത് നമുക്കൊന്ന് നോക്കാം. മുകളിൽ കാണുന്നത് മനുഷ്യൻ കാണുന്ന നിറമാണ്. അതേ നിറങ്ങൾ തന്നെ നായ എങ്ങനെയാണ് കാണുന്നത് എന്നുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വയലറ്റ്, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ മനുഷ്യൻ കാണുമ്പോൾ നായ അത് കാണുന്നത് ഗ്രേ നിറമായും ലൈറ്റ് നീല നിറമായും വൈറ്റ് നിറമായും യെല്ലോ നിറമായിട്ടുമൊക്കെയാണ് നായ കാണുന്നത്. എന്നാൽ ഇവർ പറയുന്നത് ഈ നീല നിറം അൾട്രാ വയലറ്റായി നായയുടെ കണ്ണിൽ പതിക്കും, അപ്പോൾ നായ ഭയന്ന് ഓടുമെന്നാണ്. പക്ഷേ അൾട്രാ വയലറ്റ് നായയ്ക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായി. നീലവെള്ളം ഇതേ രീതിയിൽ കുപ്പിയിൽ നമ്മൾ കെട്ടിത്തൂക്കിയിടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിലൊരു സൂര്യപ്രകാശം ഏൽക്കുകയും ഇതിലൊരു തിളക്കം അനുഭവപ്പെടുകയും നായ വരുന്ന സമയത്ത് ഈ കുപ്പി കണ്ട് ഒരു പക്ഷേ ഭയക്കാം. എല്ലാ നായകളും അല്ല, ചില നായകൾ ഒരു പക്ഷേ ഭയക്കാം. കാരണം ഇതൊരു പരിചിതമല്ലാത്ത പുതുതായിട്ടുള്ളൊരു കാഴ്ച കാണുന്ന സമയത്ത് ഇതിങ്ങനെ തിളങ്ങുന്ന കാണുമ്പോൾ ഒരു പക്ഷേ നായ ഭയക്കാം. എന്നാൽ നായക്ക് ഈ ഒരു കാഴ്ച പരിചിതമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നായ ഭയക്കില്ല. ഒരുപാട് ഇമേജുകൾ നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. നീല നിറമുള്ള വെള്ളം നിറച്ച കുപ്പിയോട് ചേർന്ന് നായ കിടക്കുന്ന ധാരാളം ഫോട്ടോകൾ ഇൻ്റർനെറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നേരിട്ടും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലായി. മുൻപ് ചിലപ്പോൾ ഏതോ ഒരു നായ അല്ലെങ്കിൽ കുറച്ച് നായകൾ ഇത് കണ്ട് പരിചയമല്ലാത്തൊരു കാഴ്ച കണ്ട് ഭയന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പറഞ്ഞ കേട്ടുകേൾവി വെച്ചുകൊണ്ട് ആളുകൾ ആചരിക്കുന്ന ഒരു അന്ധവിശ്വാസമായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വീടിന് മുൻപിൽ നായ സ്ഥിരമായി വന്ന് കിടന്ന് ശല്യമുണ്ടാക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള കുപ്പികളിൽ നീലവെള്ളം നിറച്ച് കുറച്ചധികം സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നായ വരാതിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം അത്ര നഷ്ടപ്പെടുമ്പോൾ നായയ്ക്ക് കിടക്കാനുള്ള സ്ഥലം കുറയുകയും പിന്നെ നായ ഒരുപക്ഷെ വരാതിരിക്കുകയും ചെയ്യും. അതല്ലാതെ ഈ നീലവെള്ളം കുപ്പിയിൽ കെട്ടിത്തൂക്കിയിട്ടത് കൊണ്ടോ നിലത്ത് വെച്ചത് കൊണ്ടോ നായ വരില്ല എന്ന് പറയുന്നത് വെറുമൊരു അന്ധവിശ്വാസമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല, ഇനി ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയത ഉണ്ടെങ്കിൽ നമുക്ക് നിലവിൽ അന്വേഷിച്ചിട്ട് യാതൊന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഇനി ഇതൊന്നുമല്ലാത്ത മറ്റേതെങ്കിലും ശാസ്ത്രീയമായ കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. തെളിവ് സഹിതം നിങ്ങൾക്ക് അത് ബോധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രിക്സ് ചാനലിലൂടെ നമുക്കത് വീണ്ടും നമുക്ക് അവതരിപ്പിക്കാം. നിലവിൽ ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ നമുക്ക് യാതൊന്നും തന്നെ ശാസ്ത്രീയത കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതൊരു അന്ധവിശ്വാസമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.